സംസ്ഥാനത്ത് 10,000 രൂപയ്ക്ക് താഴെ വരുമാനം ലഭിക്കുന്ന 4,000 റേഷൻ കടകൾ പൂട്ടാൻ റേഷൻ കട വേതന പരിഷ്കരണം പഠിച്ച സമിതി ശുപാർശ ചെയ്തതായി വാർത്ത. റേഷനുടെ വില വർദ്ധിപ്പിക്കാനും സമിതി ശുപാർശ ചെയ്തു. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡിന് 1 കിലോയ്ക്ക് 4 നിന്ന് 6 രൂപയാക്കാനും ശുപാർശ വരുന്നുണ്ട്. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് തത്സമയം ചേരുകയാണ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഈ 14,000 റേഷൻ കടയുള്ളൂ കേരളത്തിൽ. അതിൽ 1000 കടകൾ വേണ്ട എന്നാണോ ഇപ്പോൾ ഇവർ പറയുന്നത്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇതൊരു വലിയ കുഴപ്പം പിടിച്ച പ്രശ്നമാണ്. ഇത് ഒരു കീറാമുട്ടിയായി സർക്കാരിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അതായത് ഈ ലാഭകരമല്ലാത്ത, അതായത് ഈ കമ്മീഷൻ, സർക്കാരിന് അമിതമായി കമ്മീഷൻ കൊടുക്കേണ്ടി വരികയും എന്നാൽ അത്ര നന്നായി ഓടാത്തതുമായ റേഷൻ കടകൾ 3,872 എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഈ സമിതിയുടെ കണ്ടെത്തൽ. അത് നടത്തിക്കൊണ്ട് പോകണോ വേണ്ടയോ എന്നതിൽ ഇപ്പോൾ സമിതി സർക്കാരിനൊരു ശുപാർശ നൽകിയിരിക്കുന്നു. അതങ്ങ് അടച്ചുപൂട്ടിയേക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ലാഭകരമല്ലാത്ത കാര്യങ്ങൾ നടത്തേണ്ടതില്ല, അതിന് കമ്മീഷൻ കൊടുത്ത് മുടിയേണ്ടതില്ല എന്നൊരു ശുപാർശ അവർ നൽകുന്നു. അത് ഈ റേഷൻ കട ഉടമകളായ ആളുകളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നതാണ് എന്ന് പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന റേഷൻ അരിയുടെ വില അത് വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരു തീരുമാനമെടുത്തു. മുൻഗണനേതര വിഭാഗത്തിൽ നീലക്കാർഡിന് കിലോയ്ക്ക് 4 നിന്നും 6 രൂപയാക്കണം എന്നുള്ളതാണ് ശുപാർശ നൽകിയിട്ടുള്ളത്. നടപടി ഈ റേഷൻ കട വേതന പരിഷ്കരണം പഠിച്ച സമിതിയുടേതാണ് ഈ നടപടിയായിട്ടുള്ളത്. റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനായാണ് അരിവിലയും പഞ്ചസാരയുടെ വിലയും വർദ്ധിപ്പിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ കയ്യിൽ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ ഇതിനും മാത്രം പൈസ ഉണ്ടാകില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. സംസ്ഥാനത്ത് 10,000 രൂപയ്ക്ക് താഴെ മാത്രം വരുമാനം ലഭിക്കുന്ന 4,000 റേഷൻ കടകളും പൂട്ടാൻ സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റേഷൻ കടകളുടെ എണ്ണം 13,872 നിന്നും 10,000 കുറയ്ക്കാനും മുൻഗണനേതര വിഭാഗത്തിന് നൽകുന്ന സബ്സിഡി അരിയുടെയും പഞ്ചസാരയുടെയും ചില്ലറ വിൽപ്പന വില വർദ്ധിപ്പിക്കാനും ഈ ശുപാർശയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു കാര്യം റേഷൻ കട ഉടമകളെ സംബന്ധിച്ച്, വ്യാപാരികളെ സംബന്ധിച്ച് നല്ലതാണ്. അവരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുൻഗണനേതര വിഭാഗത്തിൻ്റെ സബ്സിഡി ഇനത്തിൽ റേഷൻ അരിക്കും പഞ്ചാരയ്ക്കും 2 രൂപ വെച്ച് കൂട്ടിയാലും അത് വലിയ തിരിച്ചടിയൊന്നും ആകില്ല എന്നാണ് കരുതുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ 3,872 റേഷൻ കടകൾ പൂട്ടുമ്പോൾ അത്രയും ആളുകളെ എങ്ങനെ പുനരധിവസിപ്പിക്കും എന്നുള്ള ചോദ്യം അവശേഷിപ്പിക്കുന്നു. സർക്കാർ അതിനെന്തെങ്കിലും വഴി കണ്ടെത്തിയതിന് ശേഷമേ ഇത് നടപ്പാക്കൂ എന്ന് കരുതാം. എസ് കെ എൻ. താങ്ക് യു.